ഉമ്മ എന്നല്ലാതെ നിങ്ങൾ എന്നുള്ള പദം ഉപയോഗിച്ച് അവൻ എന്നെ വിളിച്ചിരുന്നില്ല. അവൻ അങ്ങനെ വിളിക്കാൻ തുടങ്ങി. നിങ്ങള് ശ്രദ്ധിക്കേണ്ട, സാന്ദർഭികമായി ഉണർത്തേണ്ട ഒരു കാര്യം, ഉമ്മയെ ഉമ്മ എന്ന് മാത്രം വിളിക്കുക. ചെറുപ്പക്കാരോടാണ് പറയുന്നത്, ഉമ്മയെ ഉമ്മ എന്ന് മാത്രം വിളിക്കുക. ഉമ്മയോട് നിങ്ങൾ എന്നുള്ള പദം ഉപയോഗിക്കുമ്പോൾ അവിടെ വല്ലാത്തൊരു ഡിസ്റ്റൻസ് വരുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഉമ്മ നിങ്ങൾ പോയോ, അല്ലെങ്കിൽ ഉമ്മ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒരു ഡിസ്റ്റൻസ് വരുന്നുണ്ട്. പക്ഷെ ഉമ്മ കണ്ടിട്ടുണ്ടോ, ഉമ്മ കേട്ടിട്ടുണ്ടോ, ഉമ്മ അതറിഞ്ഞോ, ഉമ്മ ക്ലാസ്സിന് വരുന്നുണ്ടോ എന്ന് വേണം. ഇതെന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഖുർആൻ ഹദീസ് വേണമെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തില്ല, വ്യക്തിപരമായ അഭിപ്രായമാണ്. അങ്ങനെ സംസാരിക്കാൻ കഴിയണം. കാരണം ഈ സ്ത്രീ പറഞ്ഞത് അതാണ്, ഈ ഉമ്മ പറഞ്ഞത് അതാണ്. ഞാൻ ആദ്യമായി ശ്രദ്ധിച്ചത് അവന്റെ ഉമ്മ എന്നുള്ള വിളി കുറഞ്ഞു. അല്ലെങ്കിൽ അവൻ ഒരു 5 മിനിറ്റ് സംസാരിക്കുമ്പോൾ 10 വട്ടം ഉമ്മ എന്ന് വിളിക്കും. അവൻ പിന്നെ ഒരു വട്ടം ഉമ്മ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ സംഭാഷണം കഴിയുന്നത് വരെ നിങ്ങൾ വിളിച്ചുകൊണ്ടിരുന്നു. അതെന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. പിന്നെ വിളിയുടെ ആവർത്തനം കുറഞ്ഞു വന്നു. പിന്നെ അവന്റെ നാട്ടിലേക്കുള്ള വരവ് കുറഞ്ഞു വന്നു. അവന്റെ ഭാര്യ അവൻ ഗൾഫിലേക്ക് കൂട്ടി. അവരവിടെ സുഖമായിട്ട് ജീവിച്ചു. പക്ഷേ ആ സമയത്തൊന്നും ഞാൻ എൻ്റെ മകനെ വെറുത്തില്ല. ഞാൻ എൻ്റെ മകനെ മനസ്സുകൊണ്ട് ശപിച്ചില്ല. ഒരു പ്രാവശ്യം അവൻ നാട്ടിലേക്ക് വന്നപ്പോൾ ആവേശത്തോടു കൂടി എൻ്റെ വീട്ടിലേക്ക് വന്നു, എന്നെ കാണാൻ വന്നു. അന്ന് അവൻ വല്ലാത്ത സന്തോഷത്തിലായിരുന്നു. എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞു, ഉമ്മ നമുക്ക് ഒന്ന് ഷോപ്പിംഗ് മാളിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് വരാം. എനിക്ക് സന്തോഷമായി. ഞാൻ ഒരു നിമിഷം സ്വപ്നം കണ്ടു, പടച്ചോനെ എൻ്റെ നഷ്ടപ്പെട്ട മകന്റെ സ്നേഹവും ലാളനയും എനിക്ക് തിരിച്ചു കിട്ടുകയാണല്ലോ, അൽഹംദുലില്ലാ. ഞാൻ ഒരുപാട് സന്തോഷിച്ചു. എൻ്റെ മനസ്സിൽ ഒരുപാട് ആഹ്ലാദം ഉണ്ടായി. അങ്ങനെ ഞാൻ എൻ്റെ മകന്റെ കൂടെ ഷോപ്പിങ്ങിന് പുറപ്പെട്ടു. അവിടെയും ആ ഉമ്മ ഇത്ര ചെറിയ കാര്യങ്ങൾ അവർ ഓർക്കാൻ പറയാണ്. എൻ്റെ മകൻ എന്നോട് കാറിൽ കയറാൻ പോകുന്ന സമയത്ത് എന്നോട് പറഞ്ഞു മുൻ സീറ്റിലിരിക്കണം. സാധാരണ ഞാൻ പിറകിലായിരുന്നു ഇരിക്കാറുണ്ടായിരുന്നത്. പക്ഷേ അന്ന് അവൻ എന്നെ കാറിന്റെ മുൻ സീറ്റിലിരുത്തി. എന്നിട്ട് ഞങ്ങൾ ഷോപ്പിംഗ് മാളിൽ പോയി. ഷോപ്പിംഗ് മാളിലെത്തിയപ്പോ സ്നേഹഭാചനത്തോടുകൂടി എൻ്റെ മകൻ എന്നോട് പറഞ്ഞു, ഉമ്മ നിങ്ങൾക്ക് വേണ്ടതൊക്കെ നിങ്ങൾ ഇന്ന് എടുക്കണം, ഒരു മടിയും വേണ്ട. എനിക്കൊന്നും വേണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മകന്റെ സ്നേഹത്തിൽ ചാലിച്ച ആ വാക്കുകളുടെ തൃപ്തിക്ക് വേണ്ടി എനിക്ക് വേണ്ടാത്ത എന്തൊക്കെയോ, എനിക്ക് അറിയ പോലും ചെയ്യാത്ത കാര്യങ്ങൾ ഞാൻ വലിച്ചു വാരിയിട്ടു. സന്തോഷത്തോടുകൂടി അവന്റെ കാറിന്റെ മുൻ സീറ്റിലിരുന്ന അഭിമാനത്തോടുകൂടി ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അവൻ പോയി. പിറ്റേ ദിവസവും അവൻ വന്നു. അവൻ പറഞ്ഞു, ഉമ്മ ഇന്നും നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്, ഷോപ്പിംഗ് മാളിലേക്കൊന്നുമല്ല, ഇന്നും നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. അങ്ങനെ അവൻ എന്നെയും കൂട്ടി ഒരു സ്ഥലം വരെ പോയി. വന്നത് ഇവിടേക്കായിരുന്നു. എനിക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. എൻ്റെ മകൻ ഈ സ്ഥലം എന്താണ്, ഈ സ്ഥലം എന്തിനു വേണ്ടിയുള്ളതാണ് എനിക്കറിയുമായിരുന്നില്ല. ഇങ്ങനെയൊരു വൃദ്ധസദനം എന്നുള്ള സംവിധാനത്തെക്കുറിച്ച് ഞാൻ കേട്ടു എന്നല്ലാതെ ആ സ്ഥലം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, സന്ദർശിച്ചിട്ടില്ല, പരിചയപ്പെട്ടിട്ടില്ല. ഈ സ്ഥലത്തേക്കാണ് എൻ്റെ മകൻ എന്നെയും കൂട്ടി വന്നത്. എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറത്തായിരുന്നു പിന്നീടുള്ള അവന്റെ പ്രവർത്തനം. എനിക്ക് ഏകദേശം എൻ്റെ ഹൃദയമിടിപ്പ് കൂടി. ഏകദേശം എനിക്ക് മണത്തു തുടങ്ങി എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഇനിയുള്ള കാലം ഞാൻ ഇവിടെയാണോ ജീവിക്കാൻ പോകുന്നത് എന്നെന്റെ മനസ്സ് ചോദിക്കാൻ തുടങ്ങി. എന്റെ പേടി ശരിയായിരുന്നു, എന്റെ ഭയം ശരിയായിരുന്നു. അവൻ വൃദ്ധസദനത്തിന്റെ അധികൃതരുടെ കയ്യിലേക്ക് എണ്ണിക്കൊടുക്കുന്ന നോട്ടിന്റെ തുട്ടുകൾ എന്റെ മനസ്സിൽ ഉറപ്പിച്ചു. അതെ, ഇന്നു മുതൽ നിന്റെ ലോകം ഇതാണ്, ഇന്നു മുതൽ നിന്റെ വാസം ഇവിടെയാണ്. ഞാൻ ഉറപ്പിച്ചു. വൃദ്ധസദനത്തിന്റെ അധികൃതരുടെ കയ്യിലേക്ക് പണത്തിന്റെ നോട്ടുകെട്ടുകൾ എണ്ണിക്കൊടുത്തുകൊണ്ട് അവൻ പുറത്തേക്ക് വന്നു. എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞു, ഉമ്മ ഇന്നു മുതൽ നിങ്ങൾ എവിടെയാണ്? ഇവിടെ നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നല്ല ഭക്ഷണമാണ്, നല്ല ആളുകളാണ്, എന്നേക്കാൾ സ്നേഹമുള്ള ആളുകളാണ്, വളരെ നല്ല നിലയിൽ പരിചരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് നിങ്ങളൊന്നും തന്നെ പേടിക്കണ്ട ഉമ്മ, നിങ്ങൾ ഇവിടെ താമസിച്ചോളൂ സുഖസുന്ദരമായി. ഞാൻ അവനോട് പറഞ്ഞു, മോനെ നിന്റെ വാപ്പയുടെ ഓർമ്മകൾ നിലനിൽക്കുന്ന ആ വീട്ടിൽ നിന്ന് മരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നിന്റെ വാപ്പയുടെ ഗതകാല ജീവിതത്തിന്റെ സ്മരണകൾ തങ്ങി നിൽക്കുന്ന ആ വീട്ടിൽ നിന്ന് മരണമടയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നീ എൻ്റെ വീട്ടിലേക്ക് വരണമെന്നില്ല, ഉമ്മാനെ നീ വിളിക്കണമെന്നില്ല. പക്ഷേ ഇതുവരെ ജീവിച്ചതുപോലെ എൻ്റെ പണ്ട് തൊട്ടേയുള്ള എൻ്റെ കൂടെയുള്ള ആ ചങ്ങാതിയുടെ കൂടെ ഞാൻ എൻ്റെ വീട്ടിൽ കഴിച്ചു കൂട്ടിക്കോളാം. നീ എന്നെ അന്വേഷിച്ചു വരണം എന്ന് പോലുമില്ല. എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകിയിരുന്നു. അപ്പോഴേക്കും എന്നെ 2 നേഴ്സുമാർ വന്ന് എൻ്റെ കൈ പിടിച്ചു.
മൃദുലമായിട്ടായിരുന്നു അവർ കൈപിടിച്ചത്. പക്ഷേ എനിക്കറിയാം, കുതറിമാറാൻ ഞാൻ ശ്രമിച്ചാൽ ആ പിടുത്തത്തിന്റെ ബലം കൂടും. അതുകൊണ്ട് ഞാൻ കുതറിമാറാൻ ശ്രമിച്ചില്ല. എൻ്റെ മകൻ അവന്റെ ഭാര്യയുടെ കൈകോർത്ത് പിടിച്ചുകൊണ്ടത് ഈ കാണുന്ന ഗേറ്റ് കടന്നുപോയി. പിന്നെ അവന്റെ കാലുകൾ ഇങ്ങോട്ട് കടന്നിട്ടില്ല, പിന്നെ അവനിങ്ങോട്ട് വന്നിട്ടില്ല. കരയുകയായിരുന്നു ആ ഉമ്മ, കണ്ണുനീര് ചാലിട്ടൊഴുകുകയായിരുന്നു ആ ഉമ്മയുടെ കവിൾത്തടങ്ങളിലൂടെ. സമാധാനിപ്പിക്കാൻ ഞങ്ങൾ നിന്നിട്ടില്ല, കാരണം കാര്യമില്ലായിരുന്നു. ഞങ്ങൾ എന്തു പറഞ്ഞാലും, ഞങ്ങളുടെ വാചാലതയുടെ അങ്ങേയറ്റം ഉപയോഗിച്ചാലും, ഞങ്ങളുടെ ഭാവനയുടെയും വിദ്യാഭ്യാസത്തിന്റെയും കഴിവിന്റെയും മനഃശാസ്ത്ര പരിചയത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും അങ്ങേയറ്റം ഉപയോഗിച്ചാലും ആ ഉമ്മയുടെ മനസ്സിലേക്ക് നൊന്തുപെറ്റ മകൻ നൽകിയ മുറിവിന്റെ ഒരംശം പോലും ഇല്ലാതാക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്ന് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ആ ഉമ്മയുടെ മുന്നിൽ നിന്ന് സാരമില്ല ഉമ്മ എന്ന 2 വാക്ക് മാത്രം പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. സഹോദരങ്ങളെ, ഇത്രയും ക്രൂരന്മാരും കിരാതന്മാരും നീചരും നികൃഷ്ടരുമായ മക്കളെ കൂടി ഒരു ഉമ്മാക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ആ ക്രൂരതയുടെ കയ്പുനീര് ആദ്യമായി അനുഭവിക്കേണ്ടി വരുന്നത് നിങ്ങൾ തന്നെയായിരിക്കും. ആ ക്രൂരതയുടെ കയ്പുനീര് ആദ്യമായി കുടിക്കേണ്ടി വരുന്നത് നിങ്ങൾ തന്നെയായിരിക്കും. അതുകൊണ്ട് മനസ്സിലാക്കുക, വളർന്നു വരുന്ന മക്കൾക്ക് അമിതമായ ലാളന നൽകിയാൽ, വളർന്നു വരുന്ന മക്കൾക്ക് കൊടുക്കേണ്ട ധർമ്മത്തിന്റെയും സംസ്കാരത്തിന്റെയും സദാചാരത്തിന്റെയും വാക്കുകൾ പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ തിരിഞ്ഞു കൊത്തും അവർ. കാരണം അവർ പഠിക്കുന്ന ആശയവും ആദർശവും അങ്ങനെയാണ്. അത്തരത്തിലുള്ള ആശയമാണ് അവർ പഠിക്കുന്നത്. ഷേക്സ്പിയറിന്റെ സിദ്ധാന്തം എന്താണ്? ഷേക്സ്പിയർ പറയണെന്താണ്? ഒരു ഉമ്മയും ഒരു കുഞ്ഞും തമ്മിലുള്ള ബന്ധം, കോഴിക്കുഞ്ഞും മുട്ടത്തോടും തമ്മിലുള്ള ബന്ധമാണ്. എന്താ കോഴിക്കുഞ്ഞു മുട്ടത്തോടും തമ്മിലുള്ള ബന്ധം? വിരിഞ്ഞ് പുറത്തേക്ക് വരുന്നത് വരെ, ആ കോഴിക്കുഞ്ഞ് വിരിഞ്ഞ് പുറത്തേക്ക് വരുന്നത് വരെ വെയിലിൽ നിന്നും കാറ്റിൽ നിന്നും ചൂടിൽ നിന്നും മഴയിൽ നിന്നും ആ കോഴിക്കുഞ്ഞിനെ സുരക്ഷിതമായി സംരക്ഷിക്കുന്നത് ഈ മുട്ടത്തോടാണ്. എന്നാൽ ആ കോഴിക്കുഞ്ഞ് വിരിഞ്ഞ് സുന്ദരമായ ഒരു കുഞ്ഞായി പുറത്തു വന്ന് അത് വളർന്ന് വലുതായി പൂവൻ കോഴിയായി സൂര്യോദയം കാണുമ്പോൾ കൂക്കാൻ തുടങ്ങുന്ന സമയത്ത് ഒരു കോഴിയും തന്റെ മുട്ടത്തോടിനെ അന്വേഷിച്ച് വരാറില്ല. തനിക്ക് തന്റെ ചെറുപ്പത്തിൽ വെയിലിൽ നിന്നും ചൂടിൽ നിന്നും കാറ്റിൽ നിന്നും തണുപ്പിൽ നിന്നും സംരക്ഷണം നൽകിയ, ബാഹ്യാക്രമങ്ങളിൽ നിന്ന് തന്നെ സംരക്ഷിച്ച മുട്ടത്തോടിനെ അന്വേഷിച്ച് ഒരു കോഴിയും വരാറില്ല. അത് പ്രകൃതി നിയമമാണ്. അതുപോലെ പ്രസവിച്ച ഒരു ഉമ്മയുടെ ഉത്തരവാദിത്തമാണ് ഒരു മകനെ വളർത്തിയെടുക്കുക എന്നുള്ളത്. ആ മകൻ വളർന്ന് വലുതായി പ്രാപ്തനായി കഴിഞ്ഞാൽ ഈ മുട്ടത്തോടാകുന്ന അമ്മയുടെ അടുത്ത് തേടി വരണം, ആ അമ്മയുടെ പാദസേവ ചെയ്യണം എന്ന് പറയുന്നത് യുക്തിദീക്ഷക്കൊത്ത വീക്ഷണമല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാത്ത ആളുകൾ ഒരിക്കലും തന്നെ നമുക്ക് വിമർശിക്കാൻ പാടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ഷേക്സ്പിയർ പഠിപ്പിക്കുന്നുണ്ട്. BA ഇംഗ്ലീഷും MA ഇംഗ്ലീഷും ബിരുദവും ബിരുദാനന്തര ബിരുദവും എടുത്ത മക്കളുടെ മനസ്സിലേക്ക് ആധുനിക വിദ്യാഭ്യാസം ഇഞ്ചക്ട് ചെയ്യുന്ന വിദ്യാഭ്യാസത്തിന്റെ കോലാണിത്. ഈ വിദ്യാഭ്യാസം നേടിയ മക്കൾ, ഉമ്മമാരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അവർക്ക് എങ്ങനെ മാതാപിതാക്കളെ സ്നേഹിക്കാൻ സാധിക്കും? അപ്പോ യഥാർത്ഥമായി എന്നെ സ്നേഹിക്കുന്ന, എന്നെ പരിലാളിക്കുന്ന, എന്നെ സംരക്ഷിക്കുന്ന, എന്നെ പരിചരിക്കുന്ന ഒരു മകനെ ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കും? അത് ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ? സൂറത്തുൽ ഇസ്രായിലൂടെ വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ് ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا وبالوالدين إحسانا. അല്ലാഹുവിന്റെ കൽപ്പനയാണ്, മാതാപിതാക്കളോട് നല്ല നിലയിൽ പെരുമാറണേ. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ, വാർദ്ധക്യ സഹജമായ ബലഹീനതയിൽ അവരില്ലാരെങ്കിലും ഒരാളല്ലെങ്കിൽ 2 പേര് നിന്റെ അടുത്തുണ്ടെങ്കിൽ ഫലാ തഖുൽ ലഹുമാ ഉഫ്, ഫലാ തഖുൽ ലഹുമാ ഉഫ്, പുച്ഛവും നീരസവും പ്രകടമാക്കുന്ന എന്ന വാക്ക് പോലും നീ പറഞ്ഞു പോകരുത്. ഫലാ തൻഹർഹുമാ, അവരോട് കയർത്ത് സംസാരിക്കരുത്. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, സമാധാനത്തിന്റെ മാന്യമായ വാക്കുകൾ മാത്രം അവർക്ക് പറഞ്ഞു കൊടുക്കുക. വഖ്ഫിദ് ലഹുമാ ജനാഹ അസ്സുല്ലി മിനർ റഹ്മ, നീ എത്ര വലിയ സ്ഥാനം കൈയാളുന്നവനാകട്ടെ, എത്ര വലിയ ഉന്നത പദവിയിൽ ഇരുന്നു കൊണ്ട് ആയിരക്കണക്കിന് അനുയായികളെ നിയന്ത്രിക്കുന്ന